റിപ്പോർട്ട് ബ്രേക്കിംഗ്. ഇടുക്കി തൊടുപുഴ സ്മിത ആശുപത്രിയിലെ നഴ്സിന്റെ ആത്മഹത്യാ ശ്രമത്തിൽ ആശുപത്രിയിലെ 3 ജീവനക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ നഴ്സിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ചീഫ് നഴ്സിംഗ് ഓഫീസർ ലിസി ഫിലിപ്പ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ നിഷ, സ്റ്റാഫ് നഴ്സ് അൽഫോൺസ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 3 പേരെയും ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ നഴ്സിന്റെ ആത്മഹത്യാ ശ്രമത്തിൽ ജീവനക്കാർക്കെതിരെയാണ് നഴ്സ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. എന്താണ് ഇവർക്കെതിരെ പറഞ്ഞിരിക്കുന്ന പരാതി? സ്മൃതി, കഴിഞ്ഞ ദിവസമായിരുന്നു തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയായിട്ടുള്ള സ്മിതയിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. മാനസിക പീഡനത്തെ തുടർന്നായിരുന്നു അവിടെ ജോലി ചെയ്തിരുന്ന നഴ്സ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് നഴ്സ്. അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ആശുപത്രിയിലെ 3 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത്. ചീഫ് നഴ്സിംഗ് ഓഫീസറായിട്ടുള്ള ലിസി ഫിലിപ്പ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ നിഷ, സ്റ്റാഫ് നഴ്സായിട്ടുള്ള അൽഫോൺസ തുടങ്ങിയ 3 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ 3 പേരെയും ഇന്നലെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം ഇന്നലെ ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും അടക്കം ഈ ആശുപത്രിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അതുകൂടാതെ നഴ്സിംഗ് അസോസിയേഷന്റെ ഭാഗമായി UNAയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ആശുപത്രിയിൽ പ്രതിഷേധമുണ്ടാവുകയും ചെയ്തിരുന്നു. അതിനൊടുവിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് 3 പേരെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തൊടുപുഴ പോലീസ് 3 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ തൊഴിൽ വകുപ്പിന് ഉൾപ്പെടെ ഈ മാനസിക പീഡനവുമായി ബന്ധപ്പെട്ടും തൊഴിൽ പീഡനവുമായി ബന്ധപ്പെട്ടും പരാതി നൽകിയിരുന്നുവെന്ന് നഴ്സിംഗ് അസോസിയേഷൻ ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ 3 പേരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുക. അതേസമയം ഇന്നലെ ആശുപത്രിക്കുള്ളിലേക്ക് പ്രവേശിച്ച് സമരം ചെയ്തതിന്റെ ഭാഗമായി യുവജന സംഘടനകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 15 പേർക്കെതിരെയും യുവമോർച്ച പ്രവർത്തകരായ 11 പേർക്കുമെതിരെയാണ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം നാളെ ഈ ആശുപത്രി സിഇഒയുടെ നേതൃത്വത്തിൽ ഈ ആശുപത്രിയിൽ ഒരു ചർച്ചയും നടക്കുന്നുണ്ട്. ഈ ചർച്ചയിലും നഴ്സിംഗ് അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള അംഗങ്ങളും യുവജന സംഘടനകളുടെ ഭാഗമായിട്ടുള്ള അംഗങ്ങളും പങ്കെടുക്കും എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും നാളത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ശരി.